കോപ്പ അമേരിക്കയിൽ ബ്രസീലിനെ പരാജയപ്പെടുത്തി ഉറുഗ്വെ സെമിഫൈനലിൽ. ഇന്ന് നടന്ന ക്വാർട്ടർ ഫൈനലിൽ പെനാൽറ്റി ഷൂട്ടൌട്ട് വരെ നീണ്ട പോരാട്ടത്തിനൊടുവിലാണ് ഉറുഗ്വെ ബ്രസീലിനെ തോൽപ്പിച്ചത്. നിശ്ചിത സമയത്ത് കളി ഗോൾ രഹിതമായതിനെ തുടർന്ന് ഷൂട്ടൌട്ടിൽ 4-2 എന്ന സ്കോറിനായിരുന്നു ഉറുഗ്വയുടെ വിജയം. വളരെയധികം പരിക്കനടവുകൾ കണ്ട മത്സരത്തിൽ തുടക്കം മുതൽ ഇരു ടീമുകളും ഒപ്പത്തിനൊപ്പമായിരുന്നു. ഇരു ടീമുകളും ഡിഫൻസിൽ ശ്രദ്ധിച്ചപ്പോൾ കളിയിൽ ഗോളവസരങ്ങൾ കുറഞ്ഞു. രണ്ടാം പകുതിയിൽ 74-ാം മിനിറ്റിൽ റോഡ്രിഗോയെ ഫൗൾ ചെയ്തതിന് ഉറുഗ്വെ താരം നാൻഡസ് ചുവപ്പ് കാർഡ് കണ്ട് പുറത്തുപോയി. ഇതോടെ 10 പേരായി ചുരുങ്ങിയ ഉറുഗ്വെ പൂർണ്ണമായും ഡിഫൻസിലേക്ക് മാറി മത്സരം ഷൂട്ടൌട്ടിലേക്ക് എത്തിച്ചു. ഷൂട്ടൌട്ടിൽ ഉറുഗ്വയുടെ ആദ്യ കിക്ക് വാൽവർദെ ലക്ഷ്യത്തിലെത്തിച്ചപ്പോൾ ബ്രസീലിനായി മിലിറ്റാവോ എടുത്ത കിക്ക് ഉറുഗ്വെ കീപ്പർ റോച്ചെ സേവ് ചെയ്തു. തുടർന്ന് ബെഞ്ചാങ്കൂറും അറസ്കേറ്റയും ഉറുഗ്വയ്ക്കായും ബ്രസീലിനായി പെരേരയും പെനാൽറ്റി ലക്ഷ്യത്തിലെത്തിച്ചു. എന്നാൽ ബ്രസീലിന്റെ മൂന്നാം കിക്ക് എടുത്ത ഡഗ്ലസ് ലൂയിസിന്റെ കിക്ക് പോസ്റ്റിൽ തട്ടി മടങ്ങി. സ്കോർ 3-1. ഗിമിനസ് എടുത്ത ഉറുഗ്വയുടെ 4ാം കിക്ക് തടുത്തിട്ട് അലിസണും ബ്രസീലിന്റെ 4ാം കിക്ക് ലക്ഷ്യത്തിലെത്തിച്ച് മാർട്ടിനലിയും ബ്രസീലിന് പ്രതീക്ഷ നൽകി. എന്നാൽ ഉറുഗ്വയുടെ അവസാന കിക്ക് ലക്ഷ്യത്തിലെത്തിച്ച് ഉഗാർത്തെ ഉറുഗ്വയെ സെമിയിലേക്ക് നയിച്ചു. മത്സരത്തിന്റെ കണക്കുകളിലേക്ക് വന്നാൽ 60% സമയവും പന്ത് നിയന്ത്രിച്ചത് ബ്രസീലായിരുന്നു. 7 ഷോട്ടുകളാണ് ബ്രസീൽ തൊടുത്തത്. 3 ഷോട്ട് ഓൺ ടാർഗറ്റ്. 387 പാസുകൾ 79% കൃത്യതയോടെ ബ്രസീൽ പൂർത്തിയാക്കി. 12 ഷോട്ടുകളാണ് ഉറുഗ്വെ തൊടുത്തത്. 1 ഷോട്ട് ഓൺ ടാർഗറ്റ്. 257 പാസുകൾ 72% കൃത്യതയോടെ ഉറുഗ്വെ പൂർത്തിയാക്കി. മത്സരത്തിൽ ഉറുഗ്വെ 26 ഫൗളുകളാണ് ചെയ്തത്. ബ്രസീൽ 15 എണ്ണവും. ഇരു ടീമുകൾക്കും 2 മഞ്ഞ കാർഡ് വീതവും ഉറുഗ്വയ്ക്ക് ഒരു റെഡ് കാർഡും ലഭിച്ചു. സെമിഫൈനലിൽ ഉറുഗ്വെ കൊളംബിയയെ നേരിടും. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.